നമ്മളിപ്പോ മീൻപിടിപ്പാറയിലോട്ടാണ് പോകുന്നത്, കൊട്ടാരക്കര. അതെ, ഇപ്പൊ നമ്മള് ഫാമിലി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവിടുത്തെ ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മള് കുട്ടികളെ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പാർക്ക് ഉണ്ടെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ് വന്നത്. നേരം ഇതാണ് അവസ്ഥ. പാർക്ക് അവധി. പാർക്ക് അടച്ചോ? എന്തോ ചെയ്യും ഇപ്പോ? വേറെ എവിടെ പാർക്കുള്ളത്? ഇവിടെ എങ്ങും ഒന്നുമില്ലടാ, എന്താ വെറും കാട്. ഇതും അടച്ചിട്ടേക്കുക. അവിടെ ഒരു പാലം. സോ ഗൈസ്, നമ്മുടെ മീൻപിടിപ്പാറ എങ്ങനെ വന്നാലും നല്ല രീതിക്ക് തന്നെ കുളമായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മളിവിടെ വെറുതെ വന്നു. അടുത്ത് എവിടെ? നെക്സ്റ്റ് സ്പോട്ട് അടുത്തത്. ഗൈസ്, അപ്പൊ നമ്മള് ചായ കുടിക്കാനായിട്ട് ചായക്കടയിൽ കയറിയിലേക്ക് അപ്പോ ഇന്ന് നമ്മള് ആദ്യമേ നേരത്തെ കണ്ടതുപോലെ തന്നെ മീൻമുട്ടില്ല, മീൻചാല എന്തുവരുന്ന മീൻപിടിപ്പാറ. നമ്മള് മീൻപിടിപ്പാറയിൽ ആദ്യമേ പോയി. അത് എന്തായാലും നല്ല രീതിക്ക് തന്നെ ഫ്ലോപ്പ് ആയി പോയി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് പ്ലാൻ ഇട്ടാണ് വർക്കലയിൽ വരാനായിട്ട്, അതായത് ക്ലിഫിൽ വരാനായിട്ട്. അങ്ങനെ ഒരു വിധം നമ്മള് എത്ര മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയ? ഒരു 4 മണിയില്ലേ? 4 മണിക്ക് ഇറങ്ങി മെല്ലെ അടിപ്പാടി ചായയൊക്കെ കുടിച്ച് നേരെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അതിലും വലിയ കുരുക്ക് കിട്ടി. അതായത് നമ്മുടെ ക്ലിഫ് മൊത്തവും നിറഞ്ഞ്, അതായത് ഇവിടെ പെട്ടടക്കാണ്. അതിനിടെ കൂടെ അതേ മഴയും പെയ്യുന്ന കാണുന്നുണ്ടോന്ന് അറിയില്ല. അതേ മഴയും. ഈ കിടക്കുന്ന കാറുകൾ മൊത്തം ക്ലിഫിൽ നിന്ന് പാർക്ക് ചെയ്യാൻ പറ്റാണ്ട് പുറത്ത് വന്ന കാറുകളാണ് ഇത് മൊത്തം. അപ്പോൾ അതിഗംഭീരമായി നമ്മള് വർക്കല ക്ലിഫിലെത്തി. അകത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലമല്ല കേട്ടോ, അത് കാരണം നമ്മുടെ കാറ് ഒന്ന് ബാക്കിലാണ് പാർക്ക് ചെയ്തത്. ഇതേയും പാത്തുമ്മയും പോകുന്നുണ്ട്. സുമേത്താത്തി കൺട്രോളിങ്, മുമ്പിലും സെറ്റ് ഫ്രണ്ടിലേ ഓടി, അമീനും റാസും ഫ്രണ്ടിലേ പോയി. ഒരുപാട് വണ്ടികൾ തിരിച്ച് വരുന്നുണ്ട്. നേരം മിക്കവാറും പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുമായിരിക്കുമല്ലേ? യെസ് ഗൈസ്, വി ഗോട്ട് ഇറ്റ്. അങ്ങനെ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി. അപ്പോ നമ്മള് നേരെ നടന്ന് മുകളിൽ വന്നേ. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കുറെ കാർ ഇറങ്ങി പോകുന്നതും കയറുന്നതും കണ്ടത്. അല്ല പിന്നെ ഒന്നും നോക്കിയിട്ട് നേരെ അടുത്തും കയറ്റി. അൽഹംദുലില്ലാ എന്തായാലും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇറങ്ങട്ടെ. നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാരും ഇറക്കമൊക്കെ തുടങ്ങി. ഇതാരാ എന്നാ? ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മള് കാണിക്കാം ബാക്കി. ഗംഭീരമായി നമ്മൾ അല്ല ഗൈസ്, കടലിൽ നല്ലോണം കയറി ആകെ ടവറായിട്ട് ഇടക്കുകയാണ്. ഇല്ലേ മാം? നമ്മളിപ്പോൾ ക്ലിഫിലോട്ട് പോവുകയാണ്. ഇവിടെ നല്ല ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല മഴയും തണുപ്പും കാറ്റുള്ള ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മൾ ക്ലിഫിലോട്ട് പോകും. ഒരു 1.5 വർഷമായി കാണും.
നമ്മളിതാ ക്ലിഫിലോട്ട് ഇങ്ങനെ നടക്കണം. എന്തത്തിന്റെ ഫോട്ടോ ഇടാ വേണ്ട? എന്തോ എന്ത് പറ്റി? എന്താന്ന് പറ. ഞാൻ നോക്കി, നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കാണാൻ പോയതല്ലേ? പിന്നെ അവിടെ ഭയങ്കര മേടിച്ചായിരുന്നു. നമ്മളിപ്പോ ക്ലിഫിലെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് ബീച്ചിൽ വന്നു. ഇനിയിപ്പോ ഫുഡും കഴിച്ചിട്ട് വീട്ടിൽ പോകും. അങ്ങനെ ഞങ്ങൾ നേരെ അടുത്തൊരു ഹോട്ടലിൽ കയറി. ഇനിയിപ്പോൾ ഫുഡ് മേടിക്കാനുള്ള വകുപ്പിലാണ്. മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ